ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗേ, ഒരു സിനിമ എങ്ങനെയാണ് ക്ലാസിക്കാകുന്നത്? അതിന്റെ കഥയാണോ, അഭിനേതാക്കളുടെ പ്രകടനമാണോ, സംവിധാനമാണോ, അതോ ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒരുതരം മാന്ത്രികതയാണോ? ഇന്ന് നമ്മൾ ഒരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയായ മണിച്ചിത്രത്താഴിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയതുകൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയായി മാറി. ഈ കഥ തുടങ്ങുന്നത് 1993-ലാണ്. മലയാള സിനിമയിൽ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. അന്ന് വരെ കണ്ടിരുന്ന സിനിമകളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു ഈ സിനിമ. ഹൊറർ, ഡ്രാമ, കൂടാതെ ചില തമാശകളും ഇതിലുണ്ടായിരുന്നു. ഒരു പഴയ തറവാട്ടിലേക്ക് താമസം മാറുന്ന ഗംഗ എന്ന യുവതിക്ക് വിചിത്രമായ സ്വഭാവമാറ്റങ്ങളുണ്ടാകുന്നതാണ് കഥ. നാഗവല്ലി എന്ന നർത്തകിയുടെ ആത്മാവ് ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് പ്രധാന ഇതിവൃത്തം. എന്നാൽ മണിച്ചിത്രത്താഴ് സിനിമയെ വേറിട്ട് നിർത്തിയത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ചു എന്നതാണ്. ഇതൊരു സിനിമാറ്റിക് ട്രോപ്പ് ആകുന്നതിന് മുൻപ് തന്നെ ഈ സിനിമ അതിനെക്കുറിച്ച് പറഞ്ഞു. പഴയ കെട്ടുകഥകളും മോഡേൺ സൈക്കോളജിയും ഒരുമിപ്പിച്ച് വളരെ ആകർഷകമായ ഒരു കഥ ഈ സിനിമ അവതരിപ്പിച്ചു. മണിച്ചിത്രത്താഴ് ഇത്രയും വലിയ വിജയമാകാനും നിലനിൽക്കാനും കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭയം തോന്നിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, വലിയ തറവാട് തന്നെ സിനിമയിലെ ഒരു കഥാപാത്രമായിരുന്നു. അതിലെ ഇരുണ്ട ഇടനാഴികളും രഹസ്യ അറകളും അതിൻ്റെ ചരിത്രവും നിഗൂഢതയും ഒരു മികച്ച പാശ്ചാത്തലം ഒരുക്കി. മറക്കാനാവാത്ത ക്യാരക്ടേഴ്സ്, ഗംഗയായി ശോഭനയുടെ മനോഹരമായ പ്രകടനം, ഡോക്ടർ സണ്ണി ജോസഫായി മോഹൻലാലിൻ്റെ ആകർഷകമായതുമായ അഭിനയം, നകുലനായി സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനം, ഓരോ കഥാപാത്രത്തെയും വളരെ ശ്രദ്ധയോടെയാണ് അവതരിപ്പിച്ചത്. പിടിമുറുക്കുന്ന സ്ക്രീൻ പ്ലേ. മാധു മുട്ടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. പ്രേക്ഷകരെ അവസാനം വരെ ആകാംക്ഷയോടെ നിർത്തി സൂപ്പർ നാച്ചുറലും സൈക്കോളജിയും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞു. ഗംഭീരമായ ഡയറക്ഷൻ ആൻഡ് മ്യൂസിക്. ഫാസിലിൻ്റെ സംവിധാനം ഹൊററിനെ സൈക്കോളജിക്കൽ ഡെപ്തിന് മുകളിൽ പോകാൻ അനുവദിക്കാതെ ഒരു ബാലൻസ് നിലനിർത്തി. ഒരു മുறை വന്നു പാർത്തായ എന്ന പാട്ട് സിനിമയ്ക്ക് കൂടുതൽ ഭംഗിയും ഭയവും നൽകി. അപ്പൊ ഇവിടെ വന്നെന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് പാരായോ പാസലേ നടിവാരായോ. ഇതൊരു സിനിമ മാത്രമല്ലായിരുന്നു, അതൊരു അനുഭവമായിരുന്നു. ഇന്ത്യയിൽ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന ജോണറിനെ തന്നെ മാറ്റിമറിച്ച ഒരു സാംസ്കാരിക പ്രതിഭാസമായിരുന്നു ഇത്. സിനിമയുടെ വിജയം വളരെ വലുതായിരുന്നു. മറ്റ് ഇന്ത്യൻ ഭാഷാ ഇൻഡസ്ട്രികൾ ഇത് ശ്രദ്ധിച്ചു. 2004-ൽ കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിൽ ആദ്യ റീമേക്ക് വന്നു. വിഷ്ണുവർദ്ധനം സൗന്ദര്യയെന്ന് അഭിനയിച്ച ആപ്തമിത്ര കന്നഡ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഭാഷയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി ഇത് മാറി. ഈ ഫോർമാറ്റ് വിജയിച്ചതുകൊണ്ട് മറ്റ് ഇൻഡസ്ട്രികളും ഇത് പിന്തുടർന്നു. 2005-ൽ തമിഴിലും തെലുങ്കിലും രജനീകാന്തും ജ്യോതികയും അഭിനയിച്ച ചന്ദ്രമുഖി റിലീസ് ചെയ്തു. ഇതൊരു വലിയ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. 2007-ൽ ബംഗാളി സിനിമയിൽ രാജ്മഹൽ എന്ന പേരിൽ ഇതിന്റെ റീമേക്ക് ഇറങ്ങി. 2007-ൽ ബോളിവുഡും ഭൂൽ ഭുലയ്യ എന്ന പേരിൽ ഈ സിനിമ റീമേക്ക് ചെയ്തു. അക്ഷയ് കുമാറും വിദ്യാബാലനും അഭിനയിച്ച ഈ ചിത്രം വലിയ വിജയമായി മാറി. 2007-ൽ അതിനുശേഷം ഒഡിയ ഇൻഡസ്ട്രിയിൽ പഹാഡ രാലുഹ എന്ന പേരിൽ റീമേക്ക് വന്നു. അതെ, 6 ഒഫീഷ്യൽ റീമേക്കുകൾ
ഓരോന്നും അതത് ഭാഷകളിൽ ബ്ലോക്ക് ബസ്റ്ററുകൾ മണിച്ചിത്രത്താഴ് ഒരു മികച്ച കഥയായി ഇന്ത്യയിൽ അടയാളപ്പെടുത്തി. മണിച്ചിത്രത്താഴ് സിനിമയുടെ കഥയ്ക്ക് ഇന്ത്യൻ സംസ്കാരത്തിലും ഭാഷകളിലും ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സൽ തീംസ്, മാനസികാരോഗ്യം, ശാപങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ സിനിമ കൈകാര്യം ചെയ്യുന്നു. ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാതെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ്. ഹൗണ്ടഡ് ഹൗസ് ട്രോപ്പ്, ഭയാനകമായ പഴയ ഒരു വീട്ടിലെ ദുരന്തകഥ, ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇത് മനുഷ്യരിലെ അടിസ്ഥാനപരമായ ഭയങ്ങളെയും ആകർഷണങ്ങളെയും ഉണർത്തുന്നു. സൈക്കോളജിക്കൽ ഇൻട്രി, ഇതൊരു പ്രേതമാണോ അതോ മനസ്സിന്റെ കളിയാണോ എന്ന ചോദ്യം പ്രേക്ഷകരെ ആകാംക്ഷയോടെ നിർത്തുന്നു. ഇതൊരു ബുദ്ധിപരമായ ഗെയിമാണ്. സ്റ്റാർ പവറിനുള്ള സ്കോപ്പ്, ഡോക്ടർ സണ്ണി അല്ലെങ്കിൽ ആദിത്യ, ഗംഗ അല്ലെങ്കിൽ ചന്ദ്രമുഖി എന്നീ റോളുകൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ലീഡ് ആക്ടർമാർക്ക് അവസരം നൽകി. ഇത് രജനീകാന്ത്, അക്ഷയ് കുമാർ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളെ ആകർഷിച്ചു, ബോക്സ് ഓഫീസ് വിജയം ഉറപ്പാക്കി. സാംസ്കാരിക ഫ്ലെക്സിബിലിറ്റി, കേരളത്തിലെ നാടോടി കഥകളിൽ നിന്ന് വന്നതാണെങ്കിലും മറ്റു പ്രദേശങ്ങളിലെ പ്രാദേശിക അന്ധവിശ്വാസങ്ങൾ, സംഗീത ശൈലികൾ, കോമിക് സെൻസിബിലിറ്റികൾ എന്നിവ ഉൾക്കൊള്ളാൻ പ്രധാന കഥയ്ക്ക് കഴിയുന്നു. ഓരോ റീമേക്കും വ്യത്യസ്തവും എന്നാൽ പരിചിതവുമാക്കുന്നു. ഇതൊരു മികച്ച ബ്ലൂ പ്രിന്റാണ്. ഒരു ശക്തമായ രഹസ്യം, ആകർഷകമായ കഥാപാത്രങ്ങൾ, ഡ്രമാറ്റിക് ഡെപ്തും കൊമേഴ്സ്യൽ അപ്പീലും നൽകുന്ന ഒരു സൈക്കോളജിക്കൽ കോർ. ഇന്നും മണിച്ചിത്രത്താഴിന്റെ സ്വാധീനം നിലനിൽക്കുന്നു. അതിന്റെ റീമേക്കുകൾ ഇപ്പോഴും പ്രചാരത്തിലാണ്. ഒറിജിനൽ സിനിമ ഇന്ത്യൻ സിനിമയിലെ ഒരു ബെഞ്ച് മാർക്കായി ആഘോഷിക്കപ്പെടുന്നു. ഇതിനുശേഷം വന്ന നിരവധി സൈക്കോളജിക്കൽ ത്രില്ലറുകൾക്ക് ഇത് പ്രചോദനമായി. ഒരു മികച്ച കഥ നന്നായി അവതരിപ്പിച്ചാൽ സിനിമാറ്റിക് അതിരുകൾക്കപ്പുറം ഒരു രാജ്യത്തെ ആളുകളുടെ ഹൃദയവും മനസ്സും കീഴടക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. ഒരു ചെറിയ പ്രാദേശിക സിനിമയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സിനിമാറ്റിക് പ്രതിഭാസമായി മാറിയ മണിച്ചിത്രത്താഴ് ഒരു സിനിമയെന്നതിലുപരി കഥ പറയലിന്റെ ശക്തിയുടെ തെളിവാണ്. ചില കഥകൾ വളരെ ശക്തമാണെന്നും യൂണിവേഴ്സലാണെന്നും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവ വീണ്ടും വീണ്ടും പറയാനും നോട്ടങ്കലയും വീണ്ടും വീണ്ടും സ്നേഹിക്കപ്പെടാനും ആവശ്യപ്പെടുന്നു. നിങ്ങൾ മണിച്ചിത്രത്താഴോ അതിന്റെ ഏതെങ്കിലും റീമേക്കുകളോ കണ്ടിട്ടുണ്ടോ? ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ? കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.